മലയാളത്തനിമയി മണ്ണിൽ നിലനിർത്താൻ നാടാകെ പ്ലാവിൻ മരങ്ങളെ കാക്കാം. ആയുരാരോഗ്യത്തെ പോറ്റി വളർത്താൻ ചക്കയല്ലാതൊരു ഭക്ഷണമുണ്ടോ? പ്ലാവുകളിൽ തിരിനീട്ടി പച്ചപ്പിൽ ഉരുണ്ട് വിളഞ്ഞ് മധുരം ചൊരിയുന്ന ചക്ക നമ്മുടെ ഋതുഭേദങ്ങളുടെ സൗന്ദര്യമാണ്. തൊടികളിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പ്ലാവുകളെ കാതലുറ്റ തടിയുടെ ഉപയോഗം എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ വീട്ടിലെ ചില കറികളിലും ചക്കയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. മധുരം കിനിയും ചക്കപ്പഴത്തിനും പരിഗണന ലഭിച്ചിരുന്നു. പക്ഷേ അർഹമായ ഒരു പ്രാമുഖ്യം മലയാളി ചക്കയ്ക്ക് നൽകിയിരുന്നില്ല എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സംരക്ഷണയിൽ മാത്രം വളരുന്ന പ്ലാവുകളിൽ കുലയ്ക്കുന്ന അർട്ടോകാർപ്പസ് ഹെറ്ററോഫൈലസ് എന്ന ശാസ്ത്രനാമമുള്ള ചക്കയിൽ ശാസ്ത്ര സമൂഹം ഔഷധ ഗുണം കണ്ടെത്തിയതോടെയും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയതോടെയും മലയാളി ഇതര ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം ചക്കയ്ക്കും പ്രാധാന്യം നൽകി. അങ്ങനെ പ്ലാവുകളിൽ നിന്നും താഴെ വീണ് മണ്ണടിഞ്ഞു പോയിരുന്ന ചക്ക ആരോഗ്യദായകമായ ഒരു ഫലം എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. ഇന്ന് ഇടിച്ചക്ക മുതൽ വിളഞ്ഞ ചക്ക വരെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമായി കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇതിലൂടെ യാതൊരു കാർഷിക ചെലവും കൂടാതെ നല്ലൊരു വരുമാനം മലയാളിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പോഷകഗുണമേറിയതും രോഗപ്രതിരോധ ശേഷിയാർന്നതുമായ ചക്കയെ മലയാളിയും ഒരു പ്രധാന ഭോജ്യവസ്തുവായി സ്വീകരിച്ചിരിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കോരിത്തോട്ടിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച ജാക്ക് ഫ്രൂട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്ന ഉൽപാദന യൂണിറ്റ് ഇന്ന് ചക്ക സംസ്കരണ പ്രവർത്തന തലത്തിൽ ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു. മലയോര ഗ്രാമമായ കോരിത്തോട്ടിലെ പ്രധാന വിളയായിരുന്ന റബ്ബറിന്റെ വിലയിടിവിൽ നിരാശരാകാതെ അതിനെ സധൈര്യം നേരിട്ട് കൃഷിവലരായ പുരുഷന്മാരും വനിതകളുമടങ്ങുന്ന 30ഓളം അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഈ നിർമ്മാണ യൂണിറ്റ്. ചക്കയുടെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ ഉപ്പേരി, ജാം, സ്ക്വാഷ്, ചക്കവരട്ടി, ചക്കക്കുരുപ്പൊടി തുടങ്ങിയവ ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. 20ഓളം സ്ത്രീകളും കൂടാതെ പുരുഷന്മാരും ഈ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലെ വിവിധ ജോലികളിൽ വ്യാപൃതരാണ്. (2014) കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രം ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനെ ആസ്പദമാക്കി കോരിത്തോട് ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്ക് നൽകിയ പഠന ക്ലാസാണ് ഈ ഉൽപാദന യൂണിറ്റ് ആരംഭിക്കാൻ പ്രചോദനമായത്. ചക്ക സംസ്കരണത്തിനാവശ്യമായ ഏതാനും ചെറു മെഷീനുകളും വളരെ കുറച്ച് തൊഴിൽ പ്രവർത്തകരുമായി ആരംഭിച്ച ഉൽപാദന യൂണിറ്റ് പിന്നീട് ഒരു മികച്ച ആദായമേകുന്ന തൊഴിൽ സംരംഭമായി മാറുകയായിരുന്നു.
2014 ഒക്ടോബർ മാസത്തിലാണ് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം കോരത്തോട് ഫാമേഴ്സ് ക്ലബ്ബിലെ 20 അംഗങ്ങൾക്ക് ചക്ക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ളൊരു ട്രെയിനിങ് നൽകാൻ ഇടവന്നത്. ആ ട്രെയിനിങ്ങിൽ നമുക്ക് ചക്കയും ചക്കയുടെ ഔഷധ ഗുണങ്ങളും അല്ലെങ്കിൽ അതിനെ നശിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗങ്ങളും അതിന് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ അടങ്ങുന്ന ക്ലാസ്സായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അതിൽ നിന്നും വിജയം കൈവരിച്ച് അവരൊരു സംഘം ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും കൂടെ നമ്മൾ അതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ പത്തനംതിട്ട KVKയുടെ നിരീക്ഷണത്തിൽ ഇവർ പ്രോഡക്ട്സ് ചെയ്യുകയും അത് ഈ ഒരു നിലവാരത്തിൽ ഇപ്പം ഇന്ന് കാണുന്ന ഈ ഒരു നിലവാരത്തിലേക്ക് അത് ഉയർന്നു വരികയും ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നുകയും അതിന് നമുക്ക് പ്രചോദനം കൊടുക്കാൻ പറ്റിയതിൽ വളരെയധികം ഈ പറഞ്ഞ പോലെ നമുക്കൊരു അതിന് ഇടയായതിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. സീസൺ അനുസരിച്ച് 10-40 സ്ത്രീകളാണ് ഇവിടെ ദിവസവും രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഈ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ അവർ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ വൈകുന്നേരം അവർക്ക് ഒരു ചെറിയ വരുമാനമായിട്ട് തന്നെയാണ് അവർ അവരുടെ വീടുകളിലേക്ക് പോകുന്നത്. ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളെ കൂടാതെ കുടുംബശ്രീ പ്രവർത്തകരും മറ്റ് നാട്ടുകാരുമൊക്കെ അവരവരുടെ സമയലഭ്യതയനുസരിച്ച് ഈ ഉൽപാദന കേന്ദ്രത്തിൽ ജോലിക്കെത്തുന്നു. ഉൽപാദന യൂണിറ്റിൽ വൃത്തിയും വെടിപ്പും പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അംഗങ്ങൾ ഏറെ ശ്രദ്ധാലുമാണ്. മെയ് മാസത്തിൽ ഒരു ചെറിയ യൂണിറ്റായിട്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഷിക വികസന ബാങ്കിൽ നിന്നും ഞങ്ങൾ ചെറിയ ലോണുമൊക്കെ സംഘടിപ്പിച്ച് ബാക്കി പൈസ ഞങ്ങൾ കയ്യിൽ നിന്നുമൊക്കെ ആയിട്ട് മുടക്കി ഒരു ചെറിയ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും ഡ്രയറുകൾ, ഫ്രീസർ, കട്ടിംഗ് മെഷീന്, പൾപ്പുണ്ടാക്കുന്ന മെഷീനുമൊക്കെ സംഘടിപ്പിച്ച് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം അറിയുവാനായിട്ട് ഞങ്ങൾ അതിന് മാർക്കറ്റിൽ എത്തിക്കുകയും സാമ്പിൾ പരിശോധന ആളുകളിൽ ടേസ്റ്റ് സാമ്പിൾ എത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ നല്ല പ്രതികരണം ലഭിച്ചു. തുടർന്ന് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുകയും എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കുകയും കുറച്ച് വലിയ ഡ്രയർ അതുപോലെ തന്നെ ബാക്കി അനുബന്ധ മെഷീനുകളും സോളാർ ഡ്രയറും ഒക്കെ സംഘടിപ്പിച്ച് പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഇത് രണ്ടാമത്തെ സീസൺ ഈ വർഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അസംസ്കൃത ചക്ക നന്നായി കഴുകിയ ശേഷം കട്ടർ ഉപയോഗിച്ച് വിവിധ കഷണങ്ങളായി മുറിച്ചെടുക്കുകയാണ് സംസ്കരണ വേളയിലെ പ്രാരംഭ ജോലി. മുറിച്ചെടുത്ത ചക്ക കഷ്ണങ്ങളിൽ നിന്നും ചക്കച്ചുള അടർത്തി മാറ്റിയെടുക്കുകയാണ് അടുത്ത ഘട്ടം. അരിയൽ യൂണിറ്റിലേക്ക് എത്തുന്ന ചക്കച്ചുള അവിടെ വെച്ച് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നു. ഓരോ തൊഴിലാളിയും അരിഞ്ഞെടുത്ത ചക്കച്ചുളയുടെ തൂക്കം നോക്കിയ ശേഷമാണ് സംസ്കരണത്തിന് ഉപയോഗിക്കുക. തൂക്കത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് വേതനമായി തൊഴിലാളികൾക്ക് ലഭിക്കുക. ചക്ക ഇനത്തിൽ ഏറെ സ്വാദിഷ്ടമായ ചെമ്പരത്തി വരിക്കയുടെയും ഇടിച്ചക്കയുടെയും ഉപ്പേരി ശുദ്ധമായ എണ്ണയിൽ ഇവിടെ വറുത്തെടുക്കുന്നു. പേരോളം ഫാമേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങൾ അവർ 30 പേരോളം എല്ലാ ദിവസങ്ങളിലും തന്നെ ജോലി ചെയ്യുന്നുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും വരും. 5 മണി വരെ പണികളുള്ള സമയത്ത് എല്ലാവരും, പിന്നെ കൂടുതൽ സാധനങ്ങളുള്ള സമയത്ത് അംഗങ്ങൾ കൂടുതൽ പേര് നിന്ന് ജോലി ചെയ്യും. നാട്ടിൻപുറങ്ങളിൽ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു വസ്തുവായിരുന്നു ചക്കയെന്ന് പറയുന്നത്. എല്ലാവരും വളരെ അവഹേളനത്തോടെ നോക്കിയിരുന്ന ഒരു വസ്തുവാണ്. അതിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ പല വിഭാഗങ്ങളിലും ആൾക്കാർ ഇതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഓരോ സംഘടനകളിൽ കൂടെ ഇതിൻ്റെ മുതൽ കണ്ടെത്തുകയും അതിനോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു മേഖല ഇതിൽ നിന്നുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്.
പച്ച ചക്കച്ചുള വാട്ടിയെടുക്കലാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന സംസ്കരണ പ്രവർത്തനം. വളരെ ചെലവഞ്ഞ രീതിയാണ് ഇതിനായിട്ട് അവലംബിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിൽ അരിഞ്ഞ പച്ച ചക്കച്ചുള സുഷിരങ്ങളുള്ള ഒരു പാത്രത്തിൽ നിറച്ച് ഇറക്കി വയ്ക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് പാത്രം പുറത്തേക്കെടുത്ത് ജലം വാർന്നു പോകാൻ അനുവദിച്ച ശേഷം പരന്ന പാത്രത്തിൽ ചൂടാറാനായി നിരത്തുന്നു. തണുത്ത ശേഷം പുഴുങ്ങിയ ചക്കച്ചുള ഡ്രയറിലേക്ക് എത്തിക്കുന്നു. വിറക് കത്തിച്ച് പ്രവർത്തിക്കുന്ന ഡ്രയറും വൈദ്യുതി ഡ്രയറും നിർമ്മാണ യൂണിറ്റിൽ പ്രവർത്തനക്ഷമമാണ്. ഡ്രയറിൽ ഉണക്കിയെടുക്കുന്ന വാട്ടിയ ചക്കച്ചുള പാക്ക് ചെയ്ത് മാറ്റുന്നു. പാക്കറ്റിൽ നിന്നും ആവശ്യത്തിനായി പുറത്തേക്ക് എടുക്കുന്ന വാട്ടിയ പച്ചച്ചക്കച്ചുള 10 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ പൂർണ്ണമായും പച്ചച്ചക്കച്ചുളയായി മാറുന്നു എന്നതാണ് ഈ ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചച്ചക്കച്ചുളയെ ഉണക്കി സൂക്ഷിക്കുന്നതിനുള്ള ഒരു ടെക്നോളജി ഞങ്ങളുടെയിലുണ്ട്. പത്തനംതിട്ട KVKയിൽ നിന്നും പർച്ചേസ് ചെയ്തൊരു ടെക്നോളജിയാണ്. അതുപയോഗിച്ച് ഉണങ്ങുന്ന ചക്ക വെള്ളത്തിൽ വെറും പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സാധാരണ പച്ചച്ചക്ക പോലെ ആവുകയും അതേ രീതിയിൽ തന്നെ അതേ രുചിയോടുകൂടി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. 1 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റാണത്. അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല എൻക്വയറി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ പോലും ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തില്ലാത്ത രീതിയിലുള്ള ഓർഡറുകൾ, ടൺ കണക്കിനുള്ള ഓർഡറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാട്ടിയ പച്ചച്ചക്കച്ചുളയുടെ രീതി തന്നെയാണ് ചക്കക്കുരുപ്പൊടി തയ്യാറാക്കുന്നതിലും സ്വീകരിച്ചിരിക്കുന്നത്. ചക്കക്കുരുവിലെ മുകൾ ഭാഗത്തെ തൊലി മാത്രം നീക്കി പുഴുങ്ങിയെടുത്ത് ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നു. ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങൾ എല്ലാ കാലത്തും തയ്യാറാക്കാനും ഇതുമൂലം കഴിയുന്നു. ചക്കപ്പഴം പൾപ്പാക്കി മാറ്റി ആവശ്യമായ എസൻസും പഞ്ചസാരയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ചക്കപ്പഴ ജാമാണ് ഈ നിർമ്മാണ യൂണിറ്റിലെ മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. വിപണിയിലേക്കായി ജാം വിവിധ അളവുകളിലുള്ള കണ്ടെയ്നറുകളിലാക്കുന്നു. പാക്കിംഗ് സെക്ഷനിൽ നിന്നും വിളഞ്ഞ ചക്കച്ചുള ഉപ്പേരിയും ഇടിച്ചക്ക ഉപ്പേരിയും വരിക്ക ചക്കപ്പഴ വരട്ടിയും വാട്ട് പച്ചച്ചക്കച്ചുളയും വാട്ട് ചക്കക്കുരുവുമൊക്കെ വിപണിയിലേക്ക് എത്തപ്പെടുന്നു. രാമ സ്ക്വാഷൊക്കെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ലോക്കൽ മാർക്കറ്റിൽ കടകളിൽ വിൽക്കാനുള്ള സാധനം ഞങ്ങൾക്ക് കിട്ടാറില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ ആളുകൾ വന്ന് ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളുടെ ഈ യൂണിറ്റിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തേണ്ട, കുറച്ചുകൂടെ മെക്കനൈസ് ചെയ്ത് വിപുലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും കുറേ ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുവാനും വിപണിയിൽ സജീവമായിട്ട് ഇടപെടുവാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ സാന്നിധ്യവും നിർദ്ദേശവും കോരുത്തോട്ടിലെ ഫാർമേഴ്സ് ക്ലബിന്റെ ജാക്ക് ഫ്രൂട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്ന ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരുന്നു. കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രം ആദ്യമായിട്ട് ഈ ഫാർമേഴ്സ് ക്ലബ്ബുമായിട്ട് ഇടപെടുന്നത് ഏകദേശം 15 മാസങ്ങൾക്ക് മുമ്പാണ്. ചക്കയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഒരു പരിശീലനം കൊടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത ഇവിടുത്തെ 20ഓളം അംഗങ്ങളുടെ ആവേശവും താല്പര്യവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനായി ഇവരെ ഞങ്ങൾ പത്തനംതിട്ട KVKയിലേക്ക് അയക്കുകയും അതിനുശേഷം ഈ നാട്ടിൽ അതുവരെ പാഴായി പോയിരുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമായി തന്നെ മാറിയിരുന്ന ഈ ചക്ക ഇവർ ഉപയോഗിച്ച് ഏതാണ്ട് 8ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇവിടെ അടുത്തുള്ള പ്രദേശത്തെ
വനിതകൾക്ക്, വനിതാ സംഘങ്ങൾക്ക് പരിശീലനം കൊടുത്ത് ഈ നാടിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രകാശ ഗോപുരമായി ഈ ഫാർമേഴ്സ് ക്ലബ് കുരുത്തോട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാരിതാർത്ഥ്യമായ ഒരു സംഗതിയാണ്. വരിക്കപ്ലാവിനങ്ങളിൽ സവിശേഷതയാർന്ന ചെമ്പരത്തി വരിക്കയുടെ പ്രചാരണത്തിനായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് നാട്ടിലാകെ വിതരണം ചെയ്തു വരികയാണ് കോരുത്തോട് ഫാർമേഴ്സ് ക്ലബ്ബ്. ഇന്നത്തെ സാമൂഹികതയിൽ ചക്കയും അനുബന്ധ ഉൽപ്പന്നങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന സന്ദേശമാണ് ഇതിലൂടെ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ചക്ക കൂടുതൽ ഒരുപോലെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെമ്പരത്തി വരിക്കാവുന്ന ഒരു ചക്ക ഞങ്ങൾ സ്വയമായി അത് അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്ത് ഒരു 10,000-ന് മേളിൽ ഇപ്പം ഞങ്ങളിവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപോലെയുള്ള ചക്ക ഉൽപ്പാദിപ്പിക്കാനും അതുവഴി നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് വിനിയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ കൂടുതൽ പേരും ഇതിലോട്ട് വരുവാനും ഇതൊരു വരുമാന മാർഗമായി തന്നെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും ഞങ്ങളിതിനു വേണ്ടി ശരിക്കും ശ്രമിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് 2 വർഷമായുള്ളെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരു ചക്ക പോലും നഷ്ടപ്പെട്ടു പോകാതെ അത് മൂല്യവർദ്ധിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ, അതിൽ നിന്നൊരു വരുമാന മാർഗം കണ്ടുപിടിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങളും കർഷക സംഘങ്ങളും ഈ ഉൽപാദന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിനും പരിശീലനത്തിനുമായുമൊക്കെ ഇവിടേക്കെത്തുന്നു. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലുള്ള പാലൂർക്കാവ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളവിടെ ഫാർമേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളായിരുന്നു. അപ്പം സ്ത്രീകളായി ഞങ്ങൾക്ക് സ്വയമായിട്ടൊരു വരുമാനദായകമായ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങളൊരു 4-5 പേര് ഇവിടെ വന്ന് കണ്ടു. ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആദായ മാർഗമാണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പനിക്കച്ചിറ എന്ന് പറയുന്ന വില്ലേജിൽ, അതായത് കോരുത്തോട് പഞ്ചായത്തിലുള്ളതാണ് പനിക്കച്ചിറ വില്ലേജ്. അവിടെ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് അവിടെ ധാരാളം SH ഗ്രൂപ്പുകളും കുടുംബശ്രീകളും ഉണ്ട്. അപ്പോൾ സ്ത്രീകൾക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. പനിക്കച്ചിറയിൽ തന്നെ ഇതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വീട് വഴി വേണമെങ്കിലും നമുക്ക് തുടങ്ങാം എന്ന് പഠിച്ചു. ഇത്രയും വലിയ രീതിയിലല്ലെങ്കിൽ പോലും സ്വയം തൊഴിലിന് വേണ്ടി സ്ത്രീകൾക്ക് ഓരോ ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ പറ്റുമെന്നും പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ചു. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലുള്ള പ്രിയം കോരുത്തോട് ഫാർമേഴ്സ് ക്ലബിന് കൂടുതൽ പ്രത്യാശ നൽകുന്നു. കോരുത്തോട് ഗ്രാമത്തിലെ ഓരോ വീട്ടിലും 10 പ്ലാവുകൾ, അവയിലെ ചക്കകൾ ആവശ്യം കഴിഞ്ഞ് മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രത്തിലേക്ക് ദിനംപ്രതി ശരാശരി 100 പേർക്ക് തൊഴിൽ ലഭ്യത, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഒരധിക വരുമാനം. ഫാർമേഴ്സ് ക്ലബിന്റെ ഭാവി പദ്ധതിയുടെ നിര ഇങ്ങനെ നീളുന്നു. 10 പ്ലാവെങ്കിലുമുള്ള കർഷകരും അതുപോലെ തന്നെ ചക്കയുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാം കൂടി ചേർന്ന ഒരു കമ്പനി രൂപം നൽകുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് നബാർഡിൻ്റെയൊക്കെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിവസം 20 പേര്, ഏറ്റവും കുറഞ്ഞ 20 പേരെങ്കിലും എല്ലാ ദിവസവും ഇവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല കൂട്ടായ്മയോടുകൂടി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഒരു 100 പേർക്കെങ്കിലും പ്രതിദിനം ജോലി നൽകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രാഥമിക സംവിധാനങ്ങളും ഇപ്പോൾ നമുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരുവാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന അറിവുകളും സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനും, അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ ഉള്ള ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ കാർഷിക മേഖല പലപ്പോഴും പ്രതിസന്ധിയെ നേരിടാറുണ്ട്. പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിലൂടെയാണ് ഒരു കർഷക ജീവിതം മഹിതമാകുന്നത്. അതിനായി തളരാത്ത മനസ്സും ഇച്ഛാശക്തിയും ആർജവവുമാണ് ആവശ്യം. അതെന്തെന്ന് നമുക്ക് മുമ്പിൽ നേർക്കാഴ്ചയായി തീർക്കുകയാണ് കോരുത്തോട്ടിലെ ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്ന ഉത്പാദന കേന്ദ്രം. തനിമയി മണ്ണിൽ നിലനിർത്താൻ നാടാകെ പ്ലാവിൻ മരങ്ങളെ കാക്കാം. ആയുരാരോഗ്യത്തെ പോറ്റി വളർത്താൻ ചക്കയല്ലാതൊരു
ഭക്ഷണമുണ്ടോ? यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണിക സ്പ്രിംഗ്ലർ ജലസേചനം നടപ്പാക്കാൻ സാമ്പത്തിക സഹായം. റബ്ബർ ടാപ്പിംഗിൽ 30 ദിവസത്തെ സൗജന്യ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കണിക ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചനം എന്നിവ കൃഷിയിടങ്ങളിൽ തയ്യാറാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നു. കൃഷിയിടങ്ങളിലെ വിളവുകളുടെ തരം അനുസരിച്ചായിരിക്കും സാമ്പത്തിക സഹായത്തിന്റെ തോത് നിശ്ചയിക്കുക. മൈക്രോ സ്പ്രിംഗ്ലർ, പോർട്ടബിൾ സ്പ്രിംഗ്ലർ എന്നിവയ്ക്കും ധനസഹായം നൽകും. കർഷകർ, കർഷക കൂട്ടായ്മകൾ, സർക്കാരിതര സംഘടനകൾ എന്നിവയ്ക്കാണ് സഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 047123308557. മറ്റൊരു നമ്പർ 047123308556. തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന ക്ഷീരകർഷകർക്ക് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പാലക്കാട് ധോണി ഫാമിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള പുല്ലിനങ്ങളുടെ നടീൽ വസ്തുക്കൾ ലഭിക്കും. CO3, CO4, CO5 എന്നീ പുല്ലിനങ്ങളുടെ നടീൽ വസ്തുക്കൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. കൂടാതെ മറ്റ് വിവിധതരം പുല്ലിനങ്ങളുടെ വിത്തും ധോണി ഫാമിൽ ലഭ്യമാണ്. ക്ഷീരകർഷകർക്ക് ധോണി ഫാമുമായി ബന്ധപ്പെടുന്നതിന് വിളിക്കാവുന്ന ഫോൺ നമ്പർ 049225522926. മൊബൈൽ നമ്പർ 9446000285. റബ്ബർ ബോർഡിന്റെ കോട്ടയം റീജിയണൽ ഓഫീസിന് കീഴിൽ തലയോലപ്പറമ്പിനടുത്ത് പ്രവർത്തിക്കുന്ന റബ്ബർ ടാപ്പിംഗ് പരിശീലന കേന്ദ്രത്തിലെ അടുത്ത ബാച്ചിലേക്ക് പ്രവേശനത്തിനുള്ള ഇന്റർവ്യൂ 2016 മാർച്ച് 28 നടത്തുന്നു. സ്വന്തമായി ടാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റബ്ബർ കർഷകർക്കും റബ്ബർ ബോർഡ് സൗജന്യമായി നൽകുന്ന 30 ദിവസത്തെ ടാപ്പിംഗ് പരിശീലനത്തിൽ പങ്കെടുത്ത് വൈദഗ്ധ്യം നേടാവുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് റബ്ബർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകും. പരിശീലനാർത്ഥികൾ ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ കാർഡ് സഹിതമായിരിക്കണം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048125737771. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കൊല്ലം ജില്ലാ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നു. കൊയ്ത്തിന് വേണ്ട കമ്പൈൻ ഹാർവസ്റ്റർ, വിവിധതരം ഉഴവ് യന്ത്രങ്ങൾ, കുഴിയെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിവ ഓപ്പറേറ്റർ സഹിതം കർഷകർക്ക് ലഭ്യമാണ്. കൊല്ലം കാവനാട്ടാണ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0474279544. വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് അറിയുന്നതിനും മൃഗപരിപാലനത്തിലെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംശയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വെറ്റിനറി സർവകലാശാല ഇ-വെറ്റ് കണക്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മൃഗസംരക്ഷണ രംഗത്തെ ശാസ്ത്രീയ പ്രജനനം, തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണ മാർഗങ്ങൾ, വിപണനം, ലഭ്യമാകുന്ന സേവനം എന്നിവയെക്കുറിച്ച് ഇ-വെറ്റ് കണക്റ്റിലൂടെ അറിയാം. കർഷകർ, തൊഴിൽ സംരംഭകർ, സ്വയാശ്രയ സംഘങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഇ-വെറ്റ് കണക്ട് കോൾ സെന്റർ സേവനം ഉപയോഗപ്പെടുത്താം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048122380555. ഇമെയിൽ അഡ്രസ് callcenter@kvasu.ac.in. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 7,600 രൂപ, കോഴിക്കോട് 8,400, തൃശൂർ 7,400. കൊപ്ര കൊച്ചി 5,215, കോഴിക്കോട് 5,400, തൃശൂർ 5,150. കുരുമുളക് അൺഗാർബിൾഡ് 63,900, ഗാർബിൾഡ് 66,900, ചുക്ക് മീഡിയം 16,500, ബെസ്റ്റ് 18,000. മഞ്ഞൾ സേലം 11,100 രൂപ, ഈറോഡ് 11,300 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,400 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,200, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,400 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ ക്വിന്റലിന് 7,600 രൂപ, കൊപ്ര 5,215, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300. കുരുമുളക് അൺഗാർബിൾഡ് 63,900, ഗാർബിൾഡ് 66,900, ചുക്ക് മീഡിയം 16,500, ബെസ്റ്റ് 18,000. അടയ്ക്ക പുതിയത് 19,000-നും 20,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 210 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 375 രൂപ മുതൽ 425 രൂപ വരെ. ജാതിപത്രി 580 മുതൽ 925 വരെ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,400, ഒട്ടുപാൽ 8,000, ലാറ്റക്സ് 7,800 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 38.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.3, 28.6. കൊച്ചി 34.2, 27.6. ആലപ്പുഴ 34.9, 27.7. പുനലൂർ 36.7, 24. തിരുവനന്തപുരം കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.